സൂക്കുള്ള വഴിയൊന്ന് ചോദിക്കാന്ന് വിചാരിച്ച് പോയതാട്ടോ. ആരാ അത് അറിയോ? ഇന്നലെ രാത്രി നമ്മൾ പാലസിന്റെ അവിടെ നിന്ന് കണ്ടില്ലേ, മൂപ്പരാണ്. ദസറന്റെ എക്സ്പോ ആണ്, അതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ദസറന്റെ എക്സിബിഷൻ ഹാളുണ്ട്, അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. ഏതോ മോയന്തന്മാരുടെ അവിടെ ഒക്കെ ഓപ്പൺ ആകാൻ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ഇറങ്ങി ഞാൻ പൊട്ടത്തി 2-3 കുതിരാളിങ്ങനെ വരുന്നുണ്ട്. എനിക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെങ്ങായിൻ്റെ സൈഡിലേക്ക് നിന്നതാണ്. സൂയിലേക്കുള്ള മെയിൻ ഗേറ്റാണത്. പക്ഷേങ്കിൽ ഇവിടെ ഓപ്പൺ അല്ല, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അകത്തേക്കുള്ള എൻട്രി. സൂക്കാണ് പോണത്. സൂ ഇതാണ് മൈസൂർ സൂ. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കൗണ്ടറിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടത്. വാട്സാപ്പ് ത്രൂ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. സംഗതി സിമ്പിളാണല്ലോ, അങ്ങനെ എടുക്കാം. എന്താ ഇങ്ങനെയാണ് കേട്ടോ. അവിടെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക, ഒരു ഹായ് മെസ്സേജ് ചെയ്യുക, അപ്പോൾ ഒരു റിപ്ലൈ തരും. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ ചെയ്തു പോകാം കേട്ടോ. ഇത് വലിയ ടാസ്ക് ഒന്നുമല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിലും സിമ്പിളായിട്ട് പരിപാടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത്. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ. നമുക്ക് വാട്സാപ്പ് ത്രൂ ആണ് ഏറ്റവും ബെറ്റർ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ സൂവിൻ്റെ മാപ്പും ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റും എല്ലാം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഉള്ളത് നമ്മളെ പീകോക്സ് ഒക്കെയാണ്. ഇല്ല ഞാൻ കണ്ടിരിക്കണേ, പക്ഷേ ഇത്ര എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമായി ഇതിനെ കാണാൻ. ക്യാമറയിൽ കൂടി കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയില്ല. ഇത് വേറെ ഏരിയ ആണ്. ഈ സ്ഥലത്തുള്ള ആൾക്കാരുടെ പിക്ചേഴ്സ് ആണതാ ഇവിടെ ഇങ്ങനെ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ലേഡീസിൻ്റെ റെസ്റ്റ് റൂമും ഫീഡിങ് റൂമും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ളൊരു ദൂരത്ത് ടോയ്ലറ്റും ഡ്രിങ്കിങ് വാട്ടറും കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കൊക്കെ പേര് എഴുതി വെച്ചാണ്. ഫ്ലവേഴ്സ് നൈസാണ് സംഗതി. ആ മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ആളെ കണ്ടോ? എന്തോ കാര്യമായിട്ടുള്ള ഒരു ചിന്തയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു. ഞാനൊരു 10-15 മിനിറ്റിനായിരുന്നു നോക്കി കേട്ടോ. പക്ഷേങ്കിൽ മൂപ്പര് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പുറത്ത് വന്നപ്പോഴും മൂപ്പരും ഇങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി എന്തൊക്കെയോ ചിന്തിച്ചും കൊണ്ട് നടക്കാൻ തോന്നുന്നുണ്ട്. ഒരു കുറച്ച് സ്ഥലം അങ്ങോട്ട് പോയിട്ട് അതേപോലെ തിരിച്ചു വന്നിട്ടാണ് ഉലാത്തണത്. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ എനിക്കൊരു സംശയം ഉണ്ടായി. ഞാൻ വന്നത് അറിഞ്ഞതിന് തോന്നുന്നുണ്ട്. മൂപ്പരിതാ എന്നെ തേടി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നടന്ന് നടപ്പാതൊക്കെ ഉണ്ട്. അപ്പം നല്ല സെറ്റപ്പിൽ വന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഷോട്ട് കിട്ടി കേട്ടോ. അടുത്തു നിന്നൊക്കെയുള്ള അടിപൊളി ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് ഒരു പോസൊക്കെ ചെയ്തെന്ന് മൂപ്പര് ചൊറിയാൻ തുടങ്ങി. ഇന്നെ ചൊറിയാണോ സ്വന്തം ചൊറിയാന്നൊക്കെ മനസ്സിലായില്ല. ആ ചൊറിച്ചിൽ പിന്നെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നീണ്ടു കേട്ടോ. എനിക്ക് പിന്നെ ബോറടിച്ച് തുടങ്ങി. അപ്പോൾ എനിക്ക് മൂപ്പരെ നിർത്തിക്കാണ്ട് ഒറ്റ പോക്ക്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, വീഡിയോ കിട്ടിയില്ലേ, ഇനി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ഒറ്റ പോക്കിയെന്ന് മൂപ്പര്. പിന്നെ ഈ പരിസരത്ത് മൂപ്പര് കണ്ടിട്ടില്ല, എനിക്ക് കിട്ടാളെ കിട്ടുകയും ചെയ്തല്ലോ. അപ്പോൾ ഓക്കെ ഞാൻ പോവാണേ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കണ്ടെന്നൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷെ വന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇളക്കം കണ്ടോ. മൂപ്പര് മഴ ആയതുകൊണ്ട് തലയിൽ ചാക്കിട്ടിരിക്കുകയാണ്. ഇതാ അതിൻ്റെ ഇടയിൽ സീതപ്പായത്തിൻ്റെ മരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്.
നിറയെ ആനകളുണ്ട് കേട്ടോ, പക്ഷേങ്കിൽ എല്ലാതും ആ സൈഡിൽ പോയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും വീഡിയോയിലൊന്നും കാണുന്നില്ല, നിറയെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമ്മളെ കാട്ടുപോത്തിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ചില കാണാൻ തന്നെ നല്ലൊരു മൊഞ്ച്. കാലിൻ്റെ അടിഭാഗം നോക്ക്, പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഉണ്ട്. വിശക്കുന്നവർക്ക് അറിയാം. സോ ഒരുപാട് വിശപ്പകറ്റാനുള്ള സാധനങ്ങളുണ്ട്. ക്യാൻറ്റീൻ പോലെ മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന കുൽഫിയ തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇതൊക്കെ കുൽഫി കഴിച്ചു. നല്ലൊരു പോത്തുമുട്ടിന്റെ സൈസ് ഉണ്ട്. വിലയുള്ള കൊള്ളാന്നാവോ, ഫുള്ള് പായൽ പിടിച്ചതിന് പച്ച കളറിൽ കളിക്കണം. ഇവിടെ മാത്രമാണ് ഇങ്ങനെ ആൾക്കാർ തിങ്ങിക്കൂടി ഞാൻ കണ്ടത്. ഇത് പാമ്പിൻ്റെ സെക്ഷൻസാണ്. അപ്പോൾ പാമ്പ് എവിടെ നിന്നൊക്കെ തപ്പി തെരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള സമയം കൂടി എടുക്കും. അതുകൊണ്ട് നല്ല സ്ലോ ആയിട്ടാണ് ആൾക്കാർ പോണത്. അവിടെ ഇവിടെയൊക്കെയാണ് പാമ്പ് നിൽക്കുന്നത് കേട്ടോ. ഇതുപോലെ ഗ്രീൻ കളറിലെ പാമ്പിനൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ മറ്റുള്ള കളേഴ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ കണ്ടുപിടിക്കാൻ. ഇതിലൊക്കെ പാമ്പ് എവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട്. അതിൻ്റെ അടിയിൽ ഏറ്റവും വലിയൊരു പാമ്പിനെ കണ്ടു. അത് മാത്രം നല്ല ഉഷാറായി കാണാൻ വേണ്ടി പറ്റി. ഇതൊന്നും അല്ലട്ടത്, അത് നല്ലൊരു സൈസുള്ള മൂപ്പരായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോണ കണ്ടോ. ഇതാണ് നമ്മളെ മൈസൂർ സൂത്തെ അനാക്കോണ്ട കേട്ടോ. അവിടെ ഏറ്റവും വലിയ പാമ്പായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ചെറുതായി തോന്നണുണ്ടോ, പക്ഷേ ഈ മൂപ്പര് നല്ല ഉറക്കത്തിലാണ്, അനങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചില്ല, ചെറിയൊരു മഴ ഉണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരു നാട്ടിലൊരു 5 മണി ഫീലൊക്കെ തോന്നണില്ലേ, പക്ഷേങ്കിൽ 2 മണി കേട്ടോ. എന്തെന്നറിയില്ല, അല്ല എന്താണെന്നറിയില്ല എന്നല്ല, നമ്മളെ നല്ല മരങ്ങളും അങ്ങനെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര ഇഷ്ടപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നല്ലൊരു നമുക്ക് പ്രകൃതിയൊക്കെ സൂ എന്നതിലുപരി ഒരു നമുക്ക് പച്ചപ്പും ഒരു കാടൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് പോകുന്ന ചെറിയൊരു ഫീലൊക്കെ കിട്ടും കേട്ടോ. നല്ല മരങ്ങളും കാര്യങ്ങളും ഫ്ലവേഴ്സും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മരങ്ങളൊക്കെ പേരൊക്കെ എഴുതി വെച്ചിന്. സൂ മാത്രമല്ല അതിൽ അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ സ്നേക്ക് ഉണ്ട്, ഒരുപാട് വലിയ വലിയ പാമ്പുകളെ കണ്ടു. കൊള്ളി ഏതാണ് മൂപ്പരത് മനസ്സിലാവില്ല. മഴയും കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുക. അത് വലിയ ആഴമൊന്നുമില്ല, ഒരു കുറച്ച് വെള്ളട്ടുകള്. നല്ല ഇത് കിലുകില് കിലുകില് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മള് കൈതമുള്ളല്ലേ, കൈതമുള്ളാണ്. കൈതമുള്ള ഇവിടെ നിറയെ കൈതമുള്ള, നമ്മൾ തോട്ടുവരുമ്പത്തൊക്കെ ഉണ്ടാകുന്ന കൈതമുള്ളക്കാരുണ്ട്. നിറയെ ആൾക്കാരുണ്ട് ഇവിടെ. ജിറാഫ് ആണോ എക്സിറ്റ് ആണോ നമുക്ക് സംശയം തോന്നുന്നു. നമ്മളങ്ങോട്ട് നോക്കുക, ഒരു ജിറാഫിനെ കാണുമ്പോൾ കാണാൻ പുതിയ നമ്മള് ഓടി അങ്ങോട്ട് പോവാ. ക്ഷീണം ഉണ്ടാവും, സ്വാഭാവികവും, അത്യാവശ്യം നടന്നതല്ലേ. ഇതിന് മുമ്പ് ഞാൻ ജിറാഫിനെ കണ്ടത് റിയാദിൽ നിന്നാണ്. പക്ഷേങ്കിൽ അവരൊന്നും ഇത്ര നല്ല അഴകുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി സുന്ദര കുട്ടപ്പന്മാരാണ് ഇവരൊക്കെ. നല്ല മഴയൊക്കെ പെയ്തു. നമ്മൾ മൈസൂർ സൂവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കണ്ടത്. എൻ്റെ പകുതി മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.